കുറച്ചധികം ദിവസം കടക്കര വീട്ടിൽ നിന്നിട്ട് തിരിച്ച് കൂട്ടുകാട് വീട്ടിലോട്ട് പോകാൻ പോണ ഒരു ദിവസത്തെ രാവിലത്തെ വിശേഷങ്ങളാണ് കേട്ടോ നിങ്ങൾ ഈ കാണാൻ പോണത്. എല്ലാ ദിവസവും രാവിലെ ഇതുപോലെയൊക്കെ തന്നെയാണ്. രാവിലെ എഴുന്നേറ്റ് ഞങ്ങൾ എല്ലാവരും കൂടി അടുക്കളയിലൊരു ജഗപൊക വിശേഷങ്ങളൊക്കെ കഴിഞ്ഞ് എനിക്ക് ചോറൊക്കെ പാക്ക് ചെയ്ത് അങ്ങനെ തന്നെ എല്ലാ ദിവസവും പോണത്. അപ്പോൾ എനിക്ക് എല്ലാ ദിവസവും വീഡിയോ എടുക്കാൻ പറ്റിയില്ല. അപ്പോൾ അതേ ഞാനാണെങ്കിൽ വീഡിയോ എടുത്ത് അകത്തോട്ട് കയറി വന്നു. അപ്പോൾ കണ്ണനാണെങ്കിൽ നമ്മുടെ കുഞ്ഞുവാവനോടുള്ള സ്നേഹപ്രകടനം ശ്രുതിനോടുള്ള സ്നേഹപ്രകടനമൊക്കെ നടന്നുകൊണ്ടിരിക്കണം. അപ്പോൾ കണ്ണൻ നീ വീഡിയോ എടുക്കുകയായിരുന്നാന്ന് ചോദിക്കണേ കേട്ടോ. ഞാൻ എല്ലാ ദിവസവും രാവിലെ ഒന്നും വീഡിയോ എടുക്കാത്തതുകൊണ്ട് ഇവരാരും പ്രതീക്ഷിക്കണില്ല ഞാൻ വീഡിയോ എടുത്തൊന്നും തുടങ്ങുമെന്ന്. അപ്പോൾ എനിക്ക് തോന്നി എന്തായാലും ഇന്നത്തെ എൻ്റെ സ്പെഷ്യലും രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റും കാര്യങ്ങളും രാവിലത്തെ ഒരു കുറച്ച് വിശേഷങ്ങളും ഞാൻ എന്തായാലും വീട്ടിൽ നിന്ന് കൂട്ടുകാടോട്ട് പോരുന്ന ആ ഒരു ദിവസത്തെ വീഡിയോ എന്തായാലും എടുക്കാമെന്ന് കരുതി. അമ്മ നീ അടുക്കളയിൽ നല്ല തകൃതിയായിട്ട് പണിയിലാണ് കേട്ടോ. ഞങ്ങളെല്ലാവരും കൂടി പണിയിലായിരുന്നു. അമ്മനെ ഒറ്റക്കാക്കിക്കൊണ്ട് പോകുന്നതല്ല, അമ്മയുടെ സ്പെഷ്യൽ അച്ചിങ്ങോളത്താണ് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോഴേക്കും അമ്മ ചോറൊക്കെ എല്ലാ ദിവസവും അമ്മയും ശ്രുതിയും കൂടിയാണ് എനിക്ക് പാക്ക് ചെയ്തൊക്കെ തരണത്. അതുകൊണ്ട് ഇത്രയും ദിവസം നല്ല ജഗജഗയായിരുന്നു. എനിക്ക് ഒന്നും അറിയണ്ടായിരുന്നു. രാവിലെ എല്ലാം എൻ്റെ പ്ലേറ്റിലായിട്ടുണ്ടാവും, എടുക്കുക കഴിക്കുക, ഇതൊക്കെ തന്നെ പരിപാടിയൊക്കെ ആയിരുന്നു കേട്ടോ. പിന്നെ അവർക്ക് വേണ്ടിയിട്ട് എനിക്ക് എൻ്റെ കൊച്ചു സ്പെഷ്യലുകളൊക്കെ റെഡിയാക്കി കൊടുക്കുക എന്നുള്ളതായിരുന്നു എൻ്റെ സന്തോഷം. അങ്ങനെ ഞാൻ വിളക്കൊക്കെ കൊളുത്തിയിട്ടുണ്ട്. ഇപ്പോൾ രാവിലെ എല്ലാ ദിവസവും ഞാൻ തന്നെ എഴുന്നേട്ടാണ് വിളക്കൊക്കെ കൊളുത്തണത്. അപ്പോൾ വിളക്കൊക്കെ കൊളുത്തി കഴിഞ്ഞ് ഞാനിപ്പോൾ അപ്പോഴേക്കൊന്ന് സെറ്റായിട്ടുണ്ട്. മുടി ഞാൻ എപ്പോഴും ഓഫീസിൽ ചെന്നിട്ട് കെട്ടാറുള്ളൂ കേട്ടോ. വല്ലപ്പോഴും മാത്രം കെട്ടിയിട്ട് പോവുള്ളൂ. അപ്പോഴേക്കും ഉണങ്ങി കിട്ടുമല്ലോ. അപ്പോഴേക്കും അമ്മ എനിക്ക് ഇന്ന് ഇടിയപ്പമൊക്കെ എടുത്തിട്ട് തന്നിട്ടുണ്ട്. അമ്മ വെളുപ്പിനെ എഴുന്നേറ്റിട്ട് എന്നോട് പറഞ്ഞിരുന്നു ഇന്നും കൂടി നിൽക്കുന്നു. പക്ഷേ ഇന്ന് എനിക്ക് നിൽക്കാൻ പറ്റൂല. കാരണം എന്താണെന്ന് വെച്ചാൽ നാളെ നമുക്ക് സ്പെഷ്യൽ ഒരു സംഭവമുണ്ട് നമ്മുടെ കൂട്ടുകാരുടെ വീട്ടിൽ. കുറച്ചധികം ദിവസമായിട്ട് നമ്മൾ കാത്തിരുന്നൊരു സംഭവമുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇന്ന് എനിക്ക് എന്തായാലും പോകണം. എന്നാലും അമ്മ എന്നോട് പറയണേണ് നീ ഇന്ന് പോകണ്ടെന്നൊക്കെ പറയണായിരുന്നിട്ട്. അപ്പോൾ അത് കേട്ടപ്പോൾ ഉണ്ട് എനിക്ക് വിഷമമൊക്കെ വന്നെങ്കിലും പോവാതെ രക്ഷയില്ല. അപ്പോൾ അമ്മ ഞങ്ങൾക്ക് രണ്ടുപേർക്കും ഭാര്യയൊക്കെ തന്നിട്ടാ. അത് കഴിഞ്ഞ് ഈ പ്രാവശ്യം എനിക്ക് ഒത്തിരി ലഗേജ് കാര്യങ്ങളൊന്നും ഇല്ല. എന്താണെന്ന് വെച്ചാൽ യൂണിഫോം ആയതുകൊണ്ടും ഒരുപാട് സ്ഥലങ്ങളിൽ കറങ്ങാൻ പോകാനുള്ള നേരം ഇല്ലാത്തത് കൊണ്ടും തന്നെ വലിയ ലഗേജും കാര്യങ്ങളൊന്നും ഉണ്ടായില്ല. ഇത് സുധുവിൻ്റെയും എൻ്റെയും കൂടിയാണ് കേട്ടോ. അപ്പോൾ സുധു കുറച്ച് കഴിഞ്ഞിട്ട് സൈക്കിളിന് വരും, അവൻ ഉച്ചിരിഞ്ഞിട്ട് സൈക്കിളിന് വരാമെന്നൊക്കെ പറഞ്ഞേക്കണേണ്. അങ്ങനെ ഞാൻ എൻ്റെ പതിവ് പോലുള്ള കുറച്ച് സ്നേഹപ്രകടനങ്ങളുണ്ട്. അപ്പോൾ ഈ സമയം കൊണ്ട് സുധു വീഡിയോ എടുത്തത് ഞാൻ ഈ വീഡിയോ എഡിറ്റ് ചെയ്യുന്ന സമയത്താണ് കാണുന്നത്. ഇവന് ഇത്രയും വീഡിയോ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നെന്ന്. കണ്ണൻ എപ്പോഴും ഞാനിങ്ങനെ എല്ലാവർക്കും ഉമ്മം കൊടുത്തിട്ട് പോകുമ്പോൾ കണ്ണൻ എപ്പോഴും ഇങ്ങനെ കളിയാക്കിക്കൊണ്ടിരിക്കും. എന്താണെന്ന് വെച്ചാൽ അവനീ ലാസ്റ്റ് ഞാൻ കൊടുക്കും. അപ്പോൾ അവൻ എന്നോട് പറയും ഇതൊക്കെ കാണുമ്പോഴാണ് നിങ്ങളും എല്ലാവരും വീട്ടിൽ നിന്നൊക്കെ തിരിച്ചു വരുമ്പോൾ അമ്മയ്ക്കും അനിയത്തിക്കൊക്കെ ഉമ്മയൊക്കെ കൊടുത്തിട്ടാണ് പോരാറുള്ളതെന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. അങ്ങനെ ഇതെൻ്റെ വലിയ സന്തോഷമാണ്. എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ സന്തോഷങ്ങൾ ഇതൊക്കെയാണ് കേട്ടോ. അങ്ങനെ ഞാൻ എല്ലാവരോടും ഇത്തിരി വിഷമത്തോടു കൂടി യാത്രയൊക്കെ പറഞ്ഞ് പോവുകയാണ്. ഇനിയിപ്പോൾ അടുത്ത ദിവസം ചിലപ്പോൾ വരും കേട്ടോ.